നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേർത്തലയിൽ പുറത്തുവരുന്നത് കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു കൂടത്തായി കൊലപാതക പരമ്പര. കൂടത്തായി ജോളി 6 പേരെ പൊട്ടാസ്യം സൈനൈഡ് കൊടുത്താണ് കൊന്നതെങ്കിൽ ചേർത്തലയിലെ കൊടും ക്രൂരൻ സെബാസ്റ്റ്യൻ 4 സ്ത്രീകളെ കൊന്ന് മാംസം കുളത്തിലെ മീനുകൾക്ക് തീറ്റയായി നൽകിയെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ, ചേർത്തല സ്വദേശികളായ ഐഷ, ബിന്ദു പത്മനാഭൻ, സിന്ധു എന്നിവരെ സെബാസ്റ്റ്യൻ കൊന്നതാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. മാത്രമല്ല, പഴയ സഹായി മനോജിനെയും ഇയാൾ വകവരുത്തിയതായി പോലീസ് സംശയിക്കുന്നു. ചേർത്തലയിലെ ധർമ്മസ്ഥലയായി മാറുകയാണ് സെബാസ്റ്റ്യൻ എന്ന 67കാരന്റെ വീടും സ്ഥലവും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ സെബാസ്റ്റ്യൻ നാടിനെ ഞെട്ടിക്കുന്ന സീരിയൽ കില്ലർ ആണെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. 4 പേരല്ല 6 പേരെ പലപ്പോഴായി അരുംകൊല ചെയ്ത് സ്വർണവും സ്വത്തും കൈക്കലാക്കിയെന്നാണ് നിലവിലെ സൂചനകൾ. സെബാസ്റ്റ്യൻ മറ്റൊരു റിപ്പറാണെന്നും ഇയാൾ സ്ത്രീകളെ ശാരീരികമായി ഉപയോഗിച്ച ശേഷം തലയ്ക്കടിച്ചും കഴുത്ത് വെട്ടിയും കൊല ചെയ്ത ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി അസ്ഥി ചാക്കിൽ കെട്ടി സൂക്ഷിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് നടത്തിയ പരിശോധനയിൽ സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തുള്ള ചൊങ്ങുംതറ വീട്ടുപരിസരം കുഴിച്ചപ്പോൾ തലയോട്ടി, തുടയെല്ല്, ക്ലിപ്പിട്ട പല്ലിന്റെ അവശിഷ്ടം എന്നിവ ലഭിച്ചിരുന്നു. ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ എന്ന സ്ത്രീയുടെ ശരീരഭാഗങ്ങളാണ് ഇവയെന്ന് സൂചന ലഭിച്ചെങ്കിലും മറ്റേതോ സ്ത്രീയുടെ ശരീരഭാഗമാണെന്നാണ് പോലീസ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ചേർത്തല വാരനാട് വെളിയിൽ ഐഷയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നു. ഇത് ഐഷയുടെ ശരീരഭാഗമാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പ്രതിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിലും മറ്റിടങ്ങളിലും വീടിന്റെ തറയും കുഴിക്കുകയാണ്. ഒപ്പം മീൻ വളർത്തുന്ന 2 കുളങ്ങൾ വറ്റിക്കുകയും ചെയ്യുന്നു. ഇത്രയേറെ അരുംകൊലകൾ ചെയ്തിട്ടും പ്രതി സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിക്കുകയോ എങ്ങനെ കൊല ചെയ്തുവെന്ന് വ്യക്തമാക്കുകയോ ചെയ്യുന്നില്ല. ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന പരാതി 2017 ലഭിച്ചത്. ബിന്ദുവിന് എറണാകുളം ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തതായി കേസുണ്ട്. പാലയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ജൈനമ്മയെ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത്. നയപരമായി അനുനയിച്ച് ജൈനമ്മയെ ഒപ്പം കൂട്ടി ചേർത്തലയിലെ വീട്ടിലെത്തിച്ച ശേഷം കൊന്ന് സ്വർണം സെബാസ്റ്റ്യൻ വിറ്റു. ഐഷയെ 2012 മെയ് 13 കാണാതായത്. ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി പിന്നീട് ഒരിക്കലും ഐഷ മടങ്ങി വന്നിട്ടില്ല. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച തലയോട്ടിയുടെയും തുടയിലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളിലേക്ക് കടന്നത്. എല്ലുകളുടെ പഴക്കവും തലയോട്ടിക്കൊപ്പം കിട്ടിയ കമ്പിയിട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയത്. എല്ലിന് 6 വർഷം പഴക്കമുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. ജൈനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുകയും ഐഷയ്ക്ക് ഒരു വെപ്പുപല്ലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. കുടുംബസ്വത്ത് തർക്കം നിലനിന്നിരുന്ന ഐഷയ്ക്ക് സമീപവാസിയുടെ 5 സെന്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈയെടുത്തതും സെബാസ്റ്റ്യനായിരുന്നു. തിരുവഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധുവിനെ 2020 ഒക്ടോബർ 19 കാണാതായത്. മകൾ നൽകിയ പരാതിയെ തുടർന്ന് അർത്തുങ്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സിന്ധു ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയെന്ന് കണ്ടെത്തി. തുടർന്ന് എങ്ങോട്ട് പോയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പലതരത്തിൽ അന്വേഷണം നടത്തിയിട്ടും തെളിവുകളൊന്നും ലഭിക്കാത്തതിനാലാണ് കഴിഞ്ഞ വർഷം കേസ് അന്വേഷണം ഉപേക്ഷിച്ചത്. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുമ്പാണ് സിന്ധുവിനെ കാണാതായത്. സൗഹൃദ കൂട്ടത്തിനിടയിലും നാട്ടിലും അമ്മാവൻ എന്ന് വിളിപ്പേരുള്ള സെബാസ്റ്റ്യൻ കൂസലില്ലാതെയാണ് പോലീസിന് മുന്നിൽ നിൽക്കുന്നത്. ചോദ്യം ചെയ്യുമ്പോൾ രോഗവും ക്ഷീണവും അഭിനയിക്കുന്ന ഇയാൾ നുണപരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ല. ജൈനമ്മ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് ഉറപ്പിച്ചാണ് നടപടികൾ. കാണാതായ 2024 ഡിസംബർ 23 തന്നെ ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ശരീരാവശിഷ്ടങ്ങൾ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടെന്നുമാണ് കണക്കാക്കുന്നത്. അതിനിടെ പോലീസിലും പുറത്തും സെബാസ്റ്റ്യനെ സംരക്ഷിക്കാൻ വലിയൊരു നിരയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ചേർത്തലയിലെ പ്രമുഖ അഭിഭാഷകനും 3 പോലീസ് ഉദ്യോഗസ്ഥരും ഈ കേസിൽ പിടിയിലാകും. അതിബുദ്ധിമാനായ ക്രിമിനലാണ് ഇയാളെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. ചേർത്തല സ്വദേശി ഐഷയെ കാണാതായ വിഷയം അന്ന് സജീവമായെങ്കിലും ഗൗരവമായി പരിഗണിച്ചില്ല. ഐഷയെ കാണാതായതിനെ തുടർന്ന് ഇവരും സെബാസ്റ്റ്യനും തമ്മിലുണ്ടായിരുന്ന ബന്ധം പോലീസിന്റെ മുന്നിലെത്തിയിരുന്നു. എന്നാൽ സെബാസ്റ്റ്യനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. സെബാസ്റ്റ്യന്റെ സന്തത സഹചാരിയായിരുന്ന ചെങ്ങണ്ട സ്വദേശി മനോജിന്റെ മരണത്തിലും കൃത്യമായ അന്വേഷണം നടത്താതെ ഒളിച്ചുകളി നടത്തിയെന്നും പരാതിയിലുണ്ട്. ബിന്ദു പത്മനാഭൻ തിരോധാനം കത്തിക്കയറിയ ഘട്ടത്തിൽ പോലീസ് പെട്ടെന്ന് അന്വേഷണം നിർത്തുകയായിരുന്നു. ഐഷയെ കാണാതായ വിഷയം അന്ന് സജീവമായി ഉയർന്നെങ്കിലും പോലീസ് ഗൗരവമായി പരിഗണിച്ചില്ല. സെബാസ്റ്റ്യന്റെ 2 ഏക്കറിന് മുകളിലുള്ള വീട്ടിൽ മീൻ വളർത്തുന്ന 2 കുളങ്ങൾ അടക്കമുണ്ട്. കൊലപ്പെടുത്തുന്നവരുടെ മൃതദേഹം കുളത്തിൽ എറിഞ്ഞിട്ടുണ്ടാകാമെന്നാണ് സംശയം. മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പ്രതിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിലെ മറ്റിടങ്ങളും കുഴിക്കും.